ഹലോ ഗായ്സ്, ഇന്നത്തെ റെസിപ്പി അവിയലാണ്. അവിയലിനുള്ള എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലരിയ കുക്കറിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് ഉപ്പുപൊടി, 2 സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊരു സ്പൂണ് കൊണ്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇളക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം അടച്ച് വേവിക്കാൻ വയ്ക്കാം. ഞാൻ ഒറ്റ പിസിലാണ് അടുപ്പിച്ചത്. അതിൻ്റെ ഗ്യാസ് പോകുന്നിടം വരെ വെച്ചു. പച്ചക്കറികളൊക്കെ നന്നായി വെന്തു. ഇനി ഇതിനാവശ്യമായ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി. ചോപ്പറിലാണ് ഞാനിതെല്ലാം അരച്ചെടുക്കുന്നത്. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറി പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളവും ഒഴിച്ച് കൊടുക്കാം. 2 സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം തുറന്ന് വെക്കാം. അവിയൽ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.